നിങ്ങളത് വേണ്ട ചങ്ങന്മാരെ, ഒറ്റ മൂല്യത്തും വേണ്ട. നിങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ തിരയാ കൊടുത്ത് ചിലക്കഥ പോയി അവിടുന്ന്. ഇതുവരെ തള്ളി പറഞ്ഞിലൊക്കെ ഇപ്പൊ കൂട്ട് കയറിയിട്ടുണ്ട് അല്ലേ? ചിലക്കഥ പോയി അവിടുന്ന്. ഞമ്മക്കൊരു പോത്തത് വേണ്ടടാ, ഒരു പോത്തത് വേണമെന്നില്ല, അല്ലാതെ ഉസാറായിട്ട് കഴിഞ്ഞു പോകും. എന്താ വിചാരിച്ച് കണ്ടില്ലേ? എല്ലാ ഊരുകളും എതിരേനല്ലോ, സാധിക്കൽ ഞങ്ങൾ അടക്കം എതിരേനി. ഇപ്പൊ എന്നിട്ട് എന്തേ സാധിക്കൽ ഞങ്ങളെ വേക്കലല്ല സമസ്ത ദീനുണ്ടോ മനസ്സിലായില്ല എനിക്ക്. സമസ്തന്റെ വേക്കില് അണികളുണ്ട്, മനസ്സിലായില്ലേ? ഓടെ എന്റെ ഫ്യൂവൽ ഓഫ് ആക്കണ കുഞ്ഞാലിക്കുട്ടി, ഫ്യൂവൽ ഓഫ് ആക്കിയ മറ്റേ നായിക്കാട്ടം ചലിച്ചിനല്ലോ യൂട്യൂബില്. എത്ര വലിയ യന്ത്രവും എത്ര വലിയ ഉപകരണങ്ങളും ഇന്ധനം കട്ട് ചെയ്താൽ നിശ്ചലമാകും. എത്ര ഒച്ചയോടെ, അഹങ്കാരത്തോടെ, കരുത്തോടെ, ബലത്തോടെ, തങ്ങളുടെ ശക്തിയും വലിപ്പത്തിനേക്കാളും വലിയ വലിപ്പവും വേഗതയും ഒക്കെ കാണിച്ചു പോയാലും ആ ഫ്യൂവൽ പമ്പ് അങ്ങ് ടൈറ്റ് ചെയ്താൽ ഈ പണി അങ്ങ് നിൽക്കും. ഫ്യൂവൽ ഓഫ് ആക്കുന്നതിലുള്ള ഒരു ആൺകുട്ടി കേരളത്തിലില്ലടാ. അതിന് ഏത് വാപ്പേറ്റും കാര്യമില്ല, മനസ്സിലായ എനിക്ക്. സമസ്തന്റെ ഫ്യൂവൽ ഓഫ് ആക്കാൻ പറ്റിയ ഒരു തെണ്ടിനെയും ഇവിടെ അടച്ചിട്ടില്ല, മനസ്സിലായ എനിക്ക്. അതിന് കുഞ്ഞാലിക്കുട്ടിയിൽ ഏത് വാപ്പേറ്റും കാര്യമില്ല, അങ്ങനത്തെ ഒരുത്തിനെ ഇവിടെ അടച്ചിട്ടില്ല. ഇത് ദീനാണ് സമസ്ത എന്ന് പറയുന്നത്, മനസ്സിലായ എനിക്ക്. ദീനോട് കളിച്ചാൻ വരിക കുറെ തേണ്ടി മൂരികളുണ്ട് ഇവിടെ. ഏത് കുഞ്ഞാലിക്കുട്ടി ഇല്ലെങ്കിലും ഏത് തങ്ങന്മാരില്ലെങ്കിലും സമസ്തന്റെ ഫണ്ട് വിജയിക്കും. സമസ്ത കൊണ്ടുവന്നാണ് ഈ സമസ്തക്കാരെ അത് വിജയിപ്പിക്കാൻ. അതിന് ഒരു തങ്ങന്മാരെ സപ്പോർട്ടും ആവശ്യമില്ല, ഒരു പണക്കാരുടെ സപ്പോർട്ടും ആവശ്യമില്ല, ഒന്നിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല. സമസ്തന്റെ മക്കൾ സമസ്തന്റെ ആപ്പ് വിജയിപ്പിക്കും, ആ സമസ്തന്റെ പരിപാടി വിജയിപ്പിക്കും. അതിന്റെ ഒപ്പം കൂടിയ ഹയറ് മാറി നിൽക്കുക, കട മാറി നിൽക്കുക, അത്ര തന്നെ ഉള്ളൂ. ഒരു കുഞ്ഞാലിക്കുട്ടിന്റെ ഒരു മുസ്ലിം ലീഗിന്റെ ഒന്നും ആവശ്യം സമസ്തനെ സംബന്ധിച്ചിടത്തോളമില്ല. സമസ്തക്ക് സമസ്തന്റെ വഴിയാണ്. അതിനോട് സഹകരിക്കുന്നവരോട് സമസ്ത സഹകരിക്കും. അതിനെ തകർക്കാൻ ശ്രമിച്ച ആരായാലും അവരെ നമ്മളെ കൈ കെട്ടി നമ്മൾ അതിനനുസരിച്ചുള്ള പണിയെടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മളെ നിലപാട്, അതാണ്. അല്ലാതെ തങ്ങൾ പറഞ്ഞാലേ ഇവിടെ വിജയിക്കുള്ളൂ എന്നുള്ളതൊക്കെ അതികളെ മാത്രം തോന്നൽ മാത്രമാണ്. അതാണ് ഇവരെന്താ വിചാരിച്ചതെന്നറിയോ? ഇവരാണ് മാറി നിൽക്കുകയാണെങ്കിൽ സമസ്തക്ക് ആരും ഉണ്ടാവില്ല, ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് സമസ്ത നിലനിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലേന് ലീഗർക്ക്. സുഹാബികളായ ആളുകൾക്കൊരു പോലെയാണ് മാറി നിന്നാണ്ട് മുണ്ടാതെ നിന്ന് നോക്കി. സുപ്രഭാതം കുറെ ഉള്ളിൽ കൂടിയും പുറത്തു കൂടിയൊക്കെ പ്രചരണം നടത്തിയാണ്ട് ഇടരുത് എന്നൊക്കെ പറഞ്ഞു. പാണക്കാട്ടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് റഷീദ് അലി തങ്ങളുമായിട്ട് ഒരാൾ സുപ്രഭാതം ഇടരുത് എന്ന് പറഞ്ഞാണ്ട് വീഡിയോ ഇതിൽ പറയുന്നത്. എന്നിട്ട് എന്തായത് അതിന് ഡബിൾ കയറി. ആരൊക്കെ സമസ്തക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ അതിനെ ഡബിളേ ആയിട്ടുള്ളൂ. ഈ സമസ്തന്റെ ഫണ്ടിന് വേണ്ടി സ്വാദിഖ് അലി തങ്ങൾ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല, ഒരു സംസാരം പോലും ഒറ്റ പ്രഭാഷണത്തിന് മൂപ്പര് പറഞ്ഞിട്ടില്ല സമസ്തന്റെ ഫണ്ട് വിജയിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ മൂപ്പര് ദുബായിത്തെ പരിപാടി വിജയിക്കുന്നു കണ്ടപ്പോൾ മൂപ്പർക്ക് പോവില്ല എന്ന് ഓർത്തില്ല. അങ്ങനെ മൂപ്പര് അവിടെ വന്ന് അവിടെ നിന്നാണ് ഇതിന് ഇത്ര ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഇത് കിട്ടിയത്. അപ്പോൾ പിന്നെ സുഹാബികള് ഇത് പറഞ്ഞാൽ പിന്നെ അതാണുള്ള നല്ലത്, പുറമുള്ള നല്ലത് തോണി പറഞ്ഞാല്. അപ്പൊ പറയാ ഞങ്ങൾ തങ്ങൾ വന്നുകൊണ്ട് കിട്ടിയതാണ് ഇത്. സമസ്തന്റെ ഫണ്ട് വിജയിപ്പിക്കാൻ സമസ്തക്കാരാ. സമസ്തക്ക് അതിനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട്, മക്കളും ഉണ്ട്. അതിനിപ്പോ ഇനി 100ാം വാർഷികത്തിന് ഒരൊറ്റ സുഹാബിയാണ്ട് വരണ്ട, ഒരൊറ്റ വഹാബിയും വരണ്ട, ഒരൊറ്റ സമസ്തന്റെ ശത്രുക്കളും വരണ്ട. നിങ്ങൾ വന്നെന്ന് പറഞ്ഞാണ്ട് എന്നെ വിജയിപ്പിക്കും വേണ്ട. മൂരി ലീഗിനോടുകൂടിയാണ് പറയുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങളെ സമസ്തന്റെ പരിപാടി എങ്ങനെ വിജയിപ്പിക്കണം, എങ്ങനെ ആളുണ്ടാക്കണം, എങ്ങനെ ആളുണ്ട് എന്നുള്ള ഞങ്ങൾക്കല്ല പോലാരാ. നിങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ വിജയിപ്പിച്ച് തന്ന് എന്നുള്ള അതുണ്ടല്ലോ, ഇത് വല്യാട്ടൻ ചമയില് അതായിട്ട് അങ്ങോട്ട് വരണ്ട. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് 2 മാസം മുന്നേ പറയുന്നുണ്ട്, എപ്പോഴും പറയാൻ കഴിഞ്ഞ 2 മാസം മുന്നേ കേട്ടോ. നിങ്ങൾ ആ ഇതുണ്ടല്ലോ, ഇത് ഞങ്ങൾ വന്നാലേ വിജയിക്കും എന്നുള്ള ആ തോന്നലാണ് മാറ്റിയാണ് വെച്ചാൽ. നിങ്ങൾ വരുന്നുണ്ടല്ലോ പാണക്കാട് തങ്ങളെ പറഞ്ഞാൽ ആൾക്ക് ഒന്ന് ശോഭിക്കുമെന്ന്. ശരിയാണ്. അതുപോലെ ജിഫിനി മുത്തുക്കോയ തങ്ങൾ ഈ പാണക്കാട് തങ്ങൾ ആളാന്ന് പറഞ്ഞു വന്നപ്പം ചിലപ്പോൾ ആരെങ്കിലും ബുദ്ധിയില്ലാത്തവൻ ചിലപ്പോൾ പാണക്കാട് തങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ ചിന്തിക്കാത്തത്. അള്ളാഹു തന്നെ എന്താ പറഞ്ഞത്? നീ വേറൊരുത്തിന്റെ ദൈവത്തിനെ ചീത്ത വിളിക്കണ്ട, നിന്റെ ദൈവത്തിനെ അവർ ചീത്ത വിളിക്കും എന്നല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ നീ നിന്റെ വിശ്വാസം കൊണ്ട് നീ നടക്കുക, നീ മറ്റൊരുത്തന്റെ വിശ്വാസത്തെ അടിച്ചമർത്താൻ നോക്കരുത്, അപ്പൊ നിന്റെ വിശ്വാസത്തിനെതിരെയും അവരും പൊരുതും എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? മറ്റൊരുത്തൻ സ്നേഹിക്കുന്നവരെ നിങ്ങളെന്തിനാ ഇല്ലാതാക്കുന്നത്? നിങ്ങളെന്തിനാ ചീത്ത വിളിക്കാണ്ടി പോകുന്നത്?
ഞാൻ ചോദിക്കുന്നത് സമസ്തന്റെ പണ്ഡിതന്മാരെയും മാലിമ്യങ്ങളെയും 40 അംഗ മുഷാവറയും ചങ്കിലെത്തുന്നവരാണ് ഇവിടെയുള്ള 90% മുസ്ലിങ്ങളും കേരളത്തിലെ. അവർക്കെതിരെ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു ലേബിൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ അവരെ ചീത്ത വിളിക്കാണ്ടി പോകുന്നത്? നിങ്ങൾ എന്തിനാ അവരെ എതിർക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ എന്തിനാ ആ വർത്താനം പറയുന്നത്? എന്നിട്ട് പറയുന്നത് പാണക്കാട് തങ്ങളെ ആരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നവനെ പറയുമ്പം ചിലപ്പോൾ പാണക്കാട് തങ്ങളെ പുരട്ടിക്കായിരിക്കും പോയിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവും. അല്ലാതെ പാണക്കാട് തങ്ങന്മാരൊന്നും ആരും ഒരിക്കലും പറഞ്ഞില്ല, പറയും ചെയ്യില്ല. പക്ഷെ പാണക്കാട് തങ്ങന്മാരെടുത്ത നിലപാടിനെ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് പറയാലോ. അതെന്താ പറഞ്ഞുകൂടാന്ന്? അൽഹംദുലില്ലാ, ഇപ്പൊ മനസ്സിലായി. ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ലാന്ന്. നമ്മളിപ്പം ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും നമ്മളിത് ഒരുമിച്ച് നല്ല രീതിയിലൊന്ന് മുന്നോട്ട് പോകണം എന്നുള്ള നിലക്കാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നേതാക്കൾ പലവട്ടം പല സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറായത്. ചർച്ചകൾക്ക് വരിക എന്നല്ലാതെ അവിടെ വെച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നല്ലാതെ മറുവിഭാഗം ഒരു സഹകരണ മനോഭാവം ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ സമസ്തന്റെ സമ്മേളനം നമ്മൾ ഈ ഗ്രൂപ്പിൽ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്താണ്. ഇതിൻ്റെ അവസാന ഡേറ്റ് അടുത്ത് വരുമ്പോൾ ഈ കപ്പലിൽ എല്ലാവരും ചാടി കയറും, അതിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യമാണ്. കാരണം മാറി നിൽക്കണവനക്ക് പോയി എന്നല്ലാതെ ഇതിലിപ്പം നമുക്ക് മറ്റു ചർച്ചകളൊന്നുമില്ല. കൂടെ നിന്നവർക്ക് കിട്ടി. കാരണം ഇങ്ങനെ ഒരു ആയുസ് ഇനി നമുക്ക് കിട്ടൂല, അത് നമുക്ക് 100% ഉറപ്പാണ്. നമ്മളെ മുൻഗാമികൾ അത്രയും 200 വർഷം ജീവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ ആയുസ് പരിമിതമാണ്. ആ പരിമിതമായ ഒരു ആയുസിനുള്ളിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമുക്ക് പിന്നെ ഇസ്ലാം ദീൻ എന്താണെന്നും പ്രവാചകൻ എന്താണെന്നും അള്ളാഹു എന്താണെന്നും അല്ലെങ്കിൽ അമ്പിയാവുലിയാക്കന്മാർ എന്താണെന്നും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയോഗിച്ച ഒരു സമസ്തയുടെ ഒരു അംഗമാകാൻ കിട്ടിയത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. ആ സമസ്തയുടെ 100ാം വാർഷികം അതിൽ പങ്കെടുക്കാൻ കഴിയാനൊരവസരം നമ്മളെ മുമ്പിൽ വരുന്നതും നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ കുറേ മഹാന്മാർ ഇപ്പോൾ ഇതിനു മുമ്പ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് മരിച്ചു പോയല്ലോ, അവർക്കൊന്നും ഇപ്പോൾ ഈ ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഇത് ഈ ഭാഗ്യം അള്ളാഹു നമുക്കല്ലേ കണക്കാക്കിയിട്ടുള്ളത്, കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അതുവരെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമാണ്. അവരതിൽ നിന്ന് വ്യതിചലിച്ച് പോയാൽ ഓൽക്ക് പോയി, അല്ല അപ്പം എന്താ അപ്പം നമുക്ക് പറയാനുള്ളത്? ഇനി കൂടെ കൂട്ടാനൊന്നും ആരും പോവില്ല. ഇനി ഇങ്ങോട്ട് ചാടി കയറട്ടെ, എല്ലാം ചാടി കയറട്ടെ. നിങ്ങളെ പൊട്ടൻ സലാം പറഞ്ഞ മാതിരി പരിപാടി വിജയിച്ചതിൻ്റെ ശേഷമേ ഒറ്റ സമസ്തക്കാരില്ലാതെ ഞങ്ങൾ വിജയിപ്പിച്ചെന്നുള്ള ആ പരിപാടി ഞങ്ങൾ പറയില്ല. പരിപാടി നടക്കുന്നതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞേ എന്ത് നിങ്ങൾ ഒരൊറ്റ നാട് വരണ്ടെന്നുള്ളത്. ജിഫ്രി തങ്ങളെ പ്രസിഡൻ്റായിട്ടും സമസ്ത മുഷാവറനെ നെഞ്ചിലേറ്റുന്ന ആളുകൾ മാത്രം സമസ്തൻ്റെ 100ാം വാർഷികത്തിന് വന്നാൽ മതി കേട്ടോ. ഇവിടെ പരിപാടിക്ക് ഇത്ര ആൾ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം പരിപാടി വെച്ചാൽ കഴിച്ചാൽ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലും അനുസരിക്കുന്നതല്ല. ഇവിടെ ഇത്ര വലിയ ആൾക്കൂട്ടം കാണിച്ചു കൊടുക്കാണ്ട് സമസ്തൻ്റെ ശക്തി കാണിച്ചു കൊടുക്കാൻ. ഞാൻ സമസ്തക്ക് എന്ത് ശക്തി ഉണ്ടെന്നുള്ളത് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത്. നിങ്ങൾ കുറച്ച് ആൾക്കാരുകളെ ഇറങ്ങിയേക്കണേ, ജബ്ബാറിൻ്റെ ഭാഗത്തെ ആളുകൾ. ഈ മുസ്ലിം ലീഗ് പോരാളി വോയിസ് ഇട്ട് മണിക്കൂറുകൾക്കകം 50 ലക്ഷം ഉണ്ടായി. മണിക്കൂറുകൾക്കകം. ഇപ്പം മിനിറ്റിൽ 2 ലക്ഷമൊക്കെ വെച്ചിട്ടാണ് കയറിയത്. എന്നിട്ട് പറയാം ഞങ്ങളാണോ എന്താ ചെയ്യുക? സുപ്രഭാതം നശിപ്പിക്കാനും സമസ്തൻ്റെ ഫണ്ട് ശേഖരണം പരാജയപ്പെടുത്താൻ നടന്നവരെ വിജയിപ്പിച്ചപ്പോൾ സമസ്തൻ്റെ പിന്നാലെ തിരണ്ടവർക്കൊക്കെ തിരുന്നുണ്ട്.